ഹായ് മക്കളെ, ക്യുസാറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് തുടങ്ങുന്നു. ഈ വരുന്ന ക്യുസാറ്റ് എക്സാമിന് കെമിസ്ട്രി പാർട്ടിൽ നിന്നുള്ള ഏതാനും ചോദ്യങ്ങളുടെ ഒരു സീരീസാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇത് ഫസ്റ്റ് എപ്പിസോഡാണ്, വിച്ച് കവേഴ്സ് ഓൾമോസ്റ്റ് 3-4 ചാപ്റ്റേഴ്സ്. ആദ്യത്തെ ഒരു 3-4 ചാപ്റ്റേഴ്സിലെ ചോദ്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. റൈറ്റ്, ബേസ്ഡ് ഓൺ ദ ക്യുസാറ്റ് എക്സാം ക്വസ്റ്റ്യൻസ് ഫോർ ദ ലാസ്റ്റ് ഇയർ. നമുക്ക് നോക്കാം. റൈറ്റ്, ഒന്നാമത്തെ ചോദ്യം വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണുള്ളത്. നമ്പർ ഓഫ് എൻറ്റിറ്റീസ് ഓഫ് പാർട്ടിക്കിൾ ടുഗദർ ഇൻ മോൾ കോൺസെപ്റ്റ്. മോൾ കോൺസെപ്റ്റിൽ നമ്പർ ഓഫ് എൻറ്റിറ്റീസ് ഓഫ് പാർട്ടിക്കിൾ പറയുന്നത് ഏത് എന്നാണ് ചോദ്യം. സ്ട്രേറ്റ് ഡൗൺ യു ഗെറ്റ് ദി ആൻസർ. എല്ലാവർക്കും അറിയുന്ന ഉത്തരമാണ് അവോഗാഡ്രോ നമ്പർ, അല്ലേ? അവോഗാഡ്രോ നമ്പർ. റൈറ്റ്, ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ പഠിക്കുന്നതാണ്. റൈറ്റ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റും അവിടെ വരുന്നതാണ്. റെയ്നോൾഡ്സ് നമ്പർ എനിക്ക് തോന്നുന്നു ഫിസിക്സിലോ മറ്റോ നിങ്ങൾ ഫ്ലൂയിഡിറ്റിയുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നുണ്ടോ എന്ന് അറിയില്ല, നോക്കുക. അവോഗാഡ്രോ നമ്പർ റെപ്രസെൻറ്റഡ് ബൈ NA കേട്ടോ. എന്താണ് അവോഗാഡ്രോ നമ്പർ? What is Avogadro number? അറിയാലോ, 6.02 into 10⁻23 particles എന്ന് പറയുന്നത്, അല്ലേ? അടുത്ത ചോദ്യം, which of the following statements exactly represent Dalton's atomic theory? Dalton's atomic theory, right? Atoms are indivisible, and which of the following statements exactly represent Dalton's atomic theory? Atoms are indivisible and indestructible. Atoms of different elements can combine in simple whole number ratio. All atoms of given elements are identical in mass and properties. Atoms can be created or destroyed in chemical reaction. അല്ലേ? ഏതാണ്? മൂന്നാമത്തേതല്ലേ? All atoms of given element are identical. അല്ലേ? ഒരു എലമെന്റിലെ എല്ലാ ആറ്റംസും ഐഡന്റിക്കൽ ആയിരിക്കും എന്ന് പറയുന്ന പ്രോപ്പർട്ടി, അല്ലേ? Atoms of different elements can combine in same. Atoms are indivisible and indestructible. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് അല്ലേ ഇതല്ലേ? അടുത്തത്, the percentage composition of organic compound estimated. കാർബൺ 72%, ഹൈഡ്രജൻ 12%, മോളാർ മാസ് 100. മോളിക്കുലാർ ഫോർമുല എത്ര എന്നാണ്? എങ്ങനെ വർക്കൗട്ട് ചെയ്യുക? കാർബൺ 72%, സോ ഡിവൈഡഡ് ബൈ 12 ചെയ്ത് കഴിഞ്ഞാൽ 16 72, അല്ലേ? ഹൈഡ്രജൻ 12%, ഹൈഡ്രജൻ 12%, 12 ബൈ 1 ചെയ്താൽ 12 എന്ന് കിട്ടും. ഓക്സിജൻ ബാക്കി 72 12 84 പോയാൽ 16 എന്ന് കിട്ടും. 16 ബൈ 16 1 എന്ന് കിട്ടും. സോ ദ എംപിരിക്കൽ ഫോർമുല C6H12O. ഇതാണ് എംപിരിക്കൽ ഫോർമുല. റൈറ്റ്, മോളിക്കുലാർ ഫോർമുല എന്ത് വരും? ഇത് വരും, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മൾട്ടിപ്പിൾ വരും. എന്തായാലും അത് മാത്രമേ ഉള്ളൂ, അതിൻ്റെ ഒരു മൾട്ടിപ്പിൾ ഫിഗർ ഇല്ല ഇവിടെ. അതിൻ്റെ ഒരു മൾട്ടിപ്പിൾ ഫിഗർ ഇല്ല. പിന്നെ കോമ്പോസിഷൻ 100 ആണ്. 100 കോമ്പോസിഷൻ ആണല്ലോ ഈ ചെയ്തത്. 100 ആണ് മോളാർ മാസ് എങ്കിൽ അതിൻ്റെ കോമ്പോസിഷൻ ആണ് നമ്മൾ ചെയ്തത്. ആൻഡ് ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് ദ മോളിക്കുലാർ ഫോർമുല, അല്ലേ? അപ്പോൾ 6 കാർബൺ, 12 ഹൈഡ്രജൻ, 1 ഓക്സിജൻ. വി ഗെറ്റ് ഓൺലി 1 ചോയ്സ്. തേർഡ് ചോയ്സ്, ഫൈൻഡിങ് എംപിരിക്കൽ ഫോർമുല. തന്ന പെർസെൻറ്റേജിനെ എന്ത് ചെയ്യണം മക്കളെ? ബൈ അറ്റോമിക് മാസ് ചെയ്യണം. 72% കാർബൺ ബൈ 12 എന്ന് ചെയ്യുക. 12% ഹൈഡ്രജൻ ബൈ 1 അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ. 16% ഓക്സിജൻ റിമൈനിങ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് ഡിഫറൻസ് ആണ് 16. 72 82 84 100ൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ 16 കിട്ടും. 16 ബൈ അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ. റൈറ്റ്, അടുത്തത്, which of the following was not one of the assumption of Bohr model for the hydrogen atom? Energy of hydrogen atom can only change when a photon of energy equal to energy difference between two allowed energy levels is emitted or absorbed. Correct അല്ലേ? ഡെൽറ്റ E കൊടുത്താലാണ് ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആവുക. The energy of hydrogen atom does not change while electrons move around the nucleus. സോഫാർ അതുകൊണ്ടാണല്ലോ അതിനെ നമ്മൾ സ്റ്റേഷനറി ഷെൽസ് എന്ന് വിളിച്ചത്. എനർജി മാറാത്തിടത്തോളം ഇലക്ട്രോൺ ഒരു ഷെല്ലിൽ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. എ ഹൈഡ്രജൻ ആറ്റം ഹാസ് സർട്ടൻ അലൗഡ് എനർജി ലെവൽസ്, റൈറ്റ്? ക്വാണ്ടൈസ്ഡ് ആണ്.
n ഈക്വൽ ടു 1 കഴിഞ്ഞാൽ n ഈക്വൽ ടു 2 ഒരു ഡെഫിനറ്റ് എനർജിയാണ്, n ഈക്വൽ ടു 3 ഒരു ഡെഫിനറ്റ് എനർജിയാണ്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു നോ സൈമിൾട്ടേനിയസ്ലി ദി എക്സാക്ട് പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓഫ്. ഇതല്ല, ഇത് എവിടെ വരുന്നതാ? വെർണേഴ്സ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വരുന്നതാണ് അതല്ലേ. ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന്റെ ഭാഗമാണിത്. ആൻഡ് ഇതാണ് ശരിക്കും ബോർ മോഡലിന്റെ ഒരു ഡ്രോബാക്ക്. ബോർ മോഡൽ എന്തുകൊണ്ട് ഒബ്സലീറ്റ് ആയി എന്ന് ചോദിച്ചാൽ ഈ എക്സ്പെരിമെന്റ് കാരണമാണ്. ഡ്യൂ ടു ദ ഒബ്സർവേഷൻ ഓഫ് ഹൈസൻബർഗ് ബോർ മോഡൽ ഗോൺ ഒബ്സലീറ്റ്. ഇത് ബോർ മോഡലിന്റെ ഭാഗമല്ല. This is Heisenberg uncertainty principle, which actually was a stepping stone to quantum mechanics. Right. Within an atom, probability density psi square is, within an atom, it will be 0. Within an atom, it will be 0. Probability density within an atom, it will be 0. Psi square is always. Number of radial nodes for 3p orbital. ഇങ്ങനെ നമുക്ക് റേഡിയൽ നോഡ് കാണാം, ഓർമ്മയില്ല? റേഡിയൽ നോഡ് ഈക്വൽ ടു n മൈനസ് എൽ മൈനസ് 1 ആൻഡ് ആംഗുലാർ നോഡ് ഈസ് ഈക്വൽ ടു എൽ. കേട്ടോ? അപ്പൊ ഇവിടെ n മൈനസ് എൽ മൈനസ് 1 n ഈക്വൽ ടു 3 എന്നെടുക്കുക. എൽ വാല്യൂ p ഓർബിറ്റൽ 1 ആണ്. 3 മൈനസ് 1 മൈനസ് 1 3 മൈനസ് 2 1 എന്ന് കിട്ടൂ അല്ലേ. സോ ഇറ്റ് ഈസ് ഓപ്ഷൻ 2. അതിലിപ്പോൾ ഇത് ചെയ്തു നോക്കാനൊന്നുമില്ല. 2p ഓർബിറ്റൽ 0 റേഡിയൽ നോഡ്, 3p ഓർബിറ്റൽ 1 റേഡിയൽ നോഡ്, 4p ഓർബിറ്റൽ 2 റേഡിയൽ നോഡ്, സോ ഓൺ. അപ്പോൾ ഇത് ഉപയോഗിച്ചാൽ മതി. n മൈനസ് എൽ മൈനസ് 1, n ഈക്വൽ ടു 3, l ഈക്വൽ ടു 1, 3 മൈനസ് 1 മൈനസ് 1, യു ഗെറ്റ് ദി ആൻസർ വേർ ആംഗുലാർ നോഡ് വിൽ ബി l ഈക്വൽ ടു 1. The 4 quantum numbers for the electron in the outermost orbital of potassium. Potassium atomic number 12 കേട്ടോ. Potassium atomic number 19. Carbon 12, potassium 19 അല്ലേടാ. So it is 1s2, 2s2, 2p6, 3s2, 3p6, എത്രയായി? 10, 18ആയി. 4s1. ഇതാണ് വാലൻസ് കോൺഫിഗറേഷൻ. ഔട്ടർമോസ്റ്റ് ഓർബിറ്റൽ ആണ് 4s1. ഇതാണ് 4s1. സോ n ഈക്വൽ ടു 4 എന്ന് വരണം. n ഈക്വൽ ടു 4 എന്ന് വരണം. എൽ വാല്യൂ എസ് ഓർബിറ്റലാണ്. എൽ ഈക്വൽ ടു 0 എന്ന് വരണം. എസ് ഓർബിറ്റലാണ്. എൽ ഈക്വൽ ടു 0 എന്ന് വരണം. അപ്പോൾ n ഈക്വൽ ടു 4, എൽ ഈക്വൽ ടു 0. L equal to 0 വന്നാൽ m equal to 1 വരുന്നത് തെറ്റല്ലേ. സോ ഇറ്റ് ഈസ് സെക്കൻഡ് ചോയ്സ്. n equal to 4, L equal to 0, m equal to 0, s is equal to plus half. ഇത് തെറ്റല്ലേ. L equal to 0 വരുമ്പോൾ m equal to 1 വരില്ലല്ലോ അല്ലേ. റൈറ്റ്. അടുത്തത്, what is the Bohr radius of electron in hydrogen atom? Option 3, Bohr radius of electron in hydrogen atom, we call it as A0. A0 equal to 0.529 Armstrong or 53 അല്ലേ. 0.529 Armstrong, 53 point something picometer. Right. Which of the following set of quantum numbers cannot represent an electron? ഇതിലേതാണ് ഒരു ഇലക്ട്രോണിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റാത്തത് എന്നാണ്. ഫസ്റ്റ് ചോയ്സ് തന്നെ തെറ്റല്ലേ. 1 കഴിഞ്ഞാൽ 1 വരാൻ പാടില്ലല്ലോ അല്ലേ. ഈ 1 വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 0 അല്ലേ വരാൻ പാടുള്ളൂ. ഇത് തെറ്റല്ലേ. ഇത് തെറ്റാണ്. ഓഫ് കോഴ്സ് മറ്റേതും തെറ്റാണ്. 100 കറക്റ്റ് ആണ്. 100 കറക്റ്റ് ആണ്. 200 111 തെറ്റാണ്. ഇറ്റ് കനോട്ട് ഹാവ്. n ഈക്വൽ ടു 1 വന്നു കഴിഞ്ഞാൽ l ഈക്വൽ ടു 0 അല്ലേ വരുള്ളൂ. n 1 വരാൻ പാടില്ലല്ലോ. 1p ഇതിപ്പോൾ എന്താ ഉദ്ദേശം? 1p ആണ്. 1p എന്നില്ലല്ലോ അല്ലേ. അടുത്തത്, what is the position uncertainty in locating an electron with a speed 25 meter per second having uncertainty of 0.1%? എങ്ങനെ ചെയ്യാം? ഡെൽറ്റ x ഈക്വൽ ടു h by 4 pi m ഡെൽറ്റ വി അല്ലേ. ഡെൽറ്റ എക്സ് ഈക്വൽ ടു h by 4 pi m ഡെൽറ്റ വി. ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ.
സോൾവ് ചെയ്യുക. 6.6 ഇൻറ്റു 10⁻⁻34 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 3.14 ഇൻറ്റു 9 ഇൻറ്റു 10⁻⁻31 മാസ് ഓഫ് ഇലക്ട്രോൺ ഇൻറ്റു ഡെൽറ്റ വി. ഡെൽറ്റ വി എന്ന് പറയുന്നത് ഇതിൻ്റെ 0.1% എന്ന് വെച്ചാൽ 25 ഇൻറ്റു 0.1/100 നമുക്ക് മുകളിലേക്ക് ഇടാം. കേട്ടോ? അപ്പം എന്ത് കിട്ടൂടാ? എത്ര വരും? ഈ 10⁻⁻31 ഇവിടെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ -3 ആയി അല്ലേ? -3. ഇവിടെ ഒരു 10⁻⁻1 ഉണ്ട്. അപ്പോൾ ഇവിടെ -2 ആയി. ഈ -2ഉം ഇതും ക്യാൻസൽ ചെയ്യുമ്പോൾ അതങ്ങ് പോയി. സോ ഫൈനലി യു ഹാവ് 6.6 ഇവിടെ ഉണ്ട്, 4 ഉണ്ട്, 3.14 ഉണ്ട്, പിന്നെ ഇവിടെ ഒരു 9 ഉണ്ട്, 25 ഉണ്ട്. റൈറ്റ്? ഇപ്പം എന്ത് വരും? 4 12. ഇത് ഏകദേശം 2 ടൈംസ് ആയി അല്ലേ? ഇത് ഏകദേശം 50 ആയി. 50 ആയി. 1/50. 9 45. 1/450 നിയർലി. 1/450 നിയർലി. 1/450 നിയർലി എന്ന് വെച്ചാൽ 2 പോയിന്റ് സംതിങ് 10 പവർ അല്ലേ? നോക്ക്, 1/0.4 ഇൻറ്റു 10⁻3 10⁻⁻³ എന്ന് വരും. 1/4 1/5 എന്ന് വെച്ചാൽ 0.2 ആയി. 0.2 ആയി. 2ൻ്റെ മുകളിൽ കേട്ടോ. 2 പോയിന്റ് സംതിങ് എന്ന് വരും. 2 പോയിന്റ് സംതിങ് 10⁻³ എന്ന് വരും. 2 പോയിന്റ് സംതിങ് 10⁻⁻. ഒരൊറ്റ ചോയ്സേ ഉള്ളൂ. ഓപ്ഷൻ 2. ഓപ്ഷൻ 2. Please understand delta x into delta v equal to h/4πm. ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ചോദിച്ചിരിക്കുന്നത് ഡെൽറ്റ എക്സ് ആണ്. ഈ വാല്യൂ അറിയാം, ഇതറിയാം, ഇതൊക്കെ നമുക്കറിയാം, ഇത് നമുക്കറിയാം. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിൻ്റെ 0.1%, 25ൻ്റെ 0.1%, അതെടുക്കുന്നത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അടുത്തത് principal, azimuthal, magnetic quantum numbers respectively related to. Principal quantum number related to size. Azimuthal quantum number related to shape. Magnetic quantum number related to orientation. First choice itself. ഒന്നാമത്തെ ചോയ്സ് തന്നെ ആൻസർ ആണ്. ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം അല്ലേ? റൈറ്റ്. അടുത്തത് for a value L equal to 2, minimum value of principal quantum number for d orbital. d orbital എവിടെയാ സ്റ്റാർട്ട് ചെയ്യുന്നത്? 1d ഉണ്ടോ? ഇല്ല. 2d ഉണ്ടോ? ഇല്ല. d സ്റ്റാർട്ട് ചെയ്യുന്നത് 3ലാണ്. d സ്റ്റാർട്ട് ചെയ്യുന്നത് 3ലാണ് കേട്ടോ. സോ ഇറ്റ് ഈസ് സെക്കൻഡ് ചോയ്സ്. 3d ആണ് സ്റ്റാർട്ടിങ്. 3d 4d 5d 6d ഒക്കെ ഉണ്ട്. റൈറ്റ്? അപ്പോൾ എവിടെയാ മിനിമം എത്ര വരണം എന്നാണ് ചോദ്യം. മിനിമം വാല്യൂ ഓഫ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 3ലാണ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. റൈറ്റ്. എസ് ഓർബിറ്റൽ ഓഫ് ആൻ ആറ്റം ഈസ്. എസ് ഓർബിറ്റൽ ഓഫ് ആൻ ആറ്റം ഈസ്. ഫസ്റ്റ് ചോയ്സ് ഇൻഡിപെൻഡന്റ് ഓഫ് ആംഗിൾ. ആംഗുലാർ മൊമെന്റം ഇല്ലല്ലോടാ. എസ് ഓർബിറ്റലിന് ആംഗുലാർ മൊമെന്റം ഇല്ലല്ലോ. ഇറ്റ് ഈസ് സ്പെറിക്കലി സിമെട്രിക്കൽ. എസ് ഓർബിറ്റൽ ഈസ് സ്പെറിക്കലി സിമെട്രിക്കൽ. റൈറ്റ്? ഇറ്റ് ഈസ് സ്പെറിക്കലി സിമെട്രിക്കൽ. അതിന് ഓറിയന്റേഷൻ ഇല്ലല്ലോ. ആകെ ഒരൊറ്റ ഓർബിറ്റൽ. ഇറ്റ് ഈസ് സ്പെറിക്കലി സിമെട്രിക്കൽ. എല്ലാ ആക്സിസ് ഒന്നും ഒരുപോലെ ഉണ്ടാവും. ഫസ്റ്റ് ചോയ്സ്. ഹൗ മെനി എലമെന്റ്സ് ആർ ദെയർ ഇൻ ദ പീരിയോഡിക് ടേബിൾ? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നെയിം ചെയ്ത എലമെന്റ് ഉൾപ്പെടെ എത്രണ്ണം വരും? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നെയിം ചെയ്ത എലമെന്റ് ഉൾപ്പെടെ 118. 118 ലാസ്റ്റ് എലമെന്റ് നെയിം ചെയ്തിരിക്കുന്നത്. OG, ഓർഗാനിസം. അറ്റോമിക് നമ്പർ 118. നോബൽ ഗ്യാസിൽ ഏറ്റവും താഴത്ത് കേട്ടോ. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഐസോബാർ? ഐസോബാർ എന്ന് വെച്ചാൽ എന്താ മക്കളെ? ഐസോബാർ സെയിം മാസ് നമ്പറിനെയാണ് ഐസോബാർ എന്ന് പറയുക അല്ലെ? സെയിം മാസ് നമ്പർ. ഇത് ഐസോടോപ്പ് ആണ്. ഇതാണ് ആൻസർ. ഐസോബാർ. മാസ് നമ്പർ സെയിം വരിക. ദാറ്റ് ഈസ് കോൾഡ് ഐസോബാർ. സെയിം മാസ് നമ്പർ. അറേഞ്ച് ഓക്സിജൻ, സൾഫർ, ഫ്ലൂറിൻ, ക്ലോറിൻ ഇൻ ഓർഡർ ഓഫ് ദിയർ ഇൻക്രീസിംഗ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പീരിയോഡിക് ടേബിളിൽ തന്നെ മാക്സിമം
ക്ലോറിൻ ആണ് കേട്ടോ. പീരിയോഡിക് ടേബിളിൽ തന്നെ മാക്സിമം ക്ലോറിൻ ആണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ക്ലോറിൻ കഴിഞ്ഞാൽ ഫ്ലൂറിൻ ആണ്. സോ ദി ആൻസർ ഈസ് ഇത്. ക്ലോറിൻ്റെ വാല്യൂ ഐ എം നോട്ട് എക്സാക്ട്ലി എൻ്റെ മെമ്മറി എന്ന് പറഞ്ഞാണ്. ക്ലോറിൻ ഐ തിങ്ക് ഇറ്റ് ഈസ് -349. ഇത് -333 മറ്റോ ആണ്. ഇത് -200 ആണ്. ഇത് -141 കേട്ടോ. 141. ദാറ്റ് ഈസ് ദ ഓർഡർ ഓഫ് വാല്യൂസ്. ക്ലോറിൻ ആണ് ഹൈ ഇലക്ട്രോൺ അഫിനിറ്റി ഉള്ളത്, ഹൈ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വരുന്നത് കേട്ടോ, ക്ലോറിൻ. അടുത്തത്, ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഫോർ element X. Successive ionization energies of X is given by IE1, IE2. IE1 250, IE2 820, 250, 820, ഒരു 600-500 റേഞ്ചിലെ ഡിഫറൻസ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിഫറൻസ് 500-600 ഡിഫറൻസ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിഫറൻസ് ഏകദേശം 300-400 ഡിഫറൻസ് അല്ലേ. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിഫറൻസും ഏകദേശം 300. അപ്പോൾ നോക്കുക, ഈ 4 വാല്യൂസും തമ്മിൽ കാര്യമായ ഡിഫറൻസ് ഇല്ല. ദാറ്റ് മീൻസ് ദർ ആർ 4 വാലൻസ് ഇലക്ട്രോൺസ് അല്ലേ. ശരിക്കും അഞ്ചാമത്തെ ഒരു വാല്യൂ തരുമ്പോഴേ അത് പറയാൻ പറ്റുള്ളൂ. സപ്പോസ് ദ IE5 വാല്യൂ ഇൻ ദ റേഞ്ച് ഓഫ് 1400 അല്ലേ, അതൊരു 6800 എന്ന് വിചാരിക്കുക. യു സീ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ആൻഡ് ദിസ്. അപ്പോൾ മാത്രമേ ആൻസർ പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഒരു ഹ്യൂജ് ജമ്പ് വരുന്ന ഒരു വാല്യൂ കാണുമ്പോഴാണ് ഇത്തരം ഒരു ചോദ്യത്തിൽ ആൻസർ പറയാൻ സാധിക്കുക. റൈറ്റ്. ഇവിടെ 4 ഒരു ആവറേജ് ഡിഫറൻസ് 4ലും സെയിം ആണ്. ഏകദേശം IE1, IE2, IE3, IE4 വാല്യൂസിൽ ഡിഫറൻസ് ഏകദേശം സെയിം ആണ്. സോ ഇങ്ങനെയല്ല ആ ചോദ്യത്തിൻ്റെ എക്സാക്റ്റ് പ്രസൻറ്റേഷൻ വരേണ്ടത്. ശരിക്കും ദർ മസ്റ്റ് ബി എ ഹ്യൂജ് ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 വാല്യൂസ്. അവിടെ നോക്കിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പോൾ നോക്ക്, ഫോർ എക്സാമ്പിൾ എന്താ പറയുക, മെഗ്നീഷ്യം ആണെന്ന് വിചാരിക്കുക. മെഗ്നീഷ്യം അറ്റോമിക് നമ്പർ 12 ആണ്. 282. നോക്കടാ, ഇതാണ് വാലൻസ് ഷെല്ല്. സോ IE1, IE2 കമ്പയറബിൾ ആയിരിക്കും. പക്ഷേ IE3 വിൽ മെയിൻറ്റെയിൻ എ ലാർജ് ഡിഫറൻസ്. കാരണം മൂന്നാമത്തെ ഇലക്ട്രോൺ വരുന്നത് ഇന്നർ ഷെല്ലിലാണ്. അവിടെ നല്ല ഡിഫറൻസ് വരും. അത് നോക്കിയിട്ടാണ് ശരിക്കും അത്തരം ഒരു ചോദ്യത്തിന് ഉത്തരം പറയുക. ഇപ്പം ഇങ്ങനെ ഒരു കേസ് ആണെന്നുണ്ടെങ്കിൽ, ഇത്തരം ഒരു എലമെൻ്റ് ആണെങ്കിൽ ഫസ്റ്റ് വാല്യൂവും സെക്കൻഡ് വാല്യൂവും തേർഡ് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് പരിശോധിച്ചാൽ സെക്കൻഡ് തേർഡ് വാല്യൂസിൽ നല്ല വ്യത്യാസം വരും. കാരണം തേർഡ് ഇലക്ട്രോൺ ഉള്ളത് ഇന്നർ കോറിലാണ്. ദാറ്റ് മേക്സ് ദ ഡിഫറൻസ്. അങ്ങനെ ഒരു പ്രസൻറ്റേഷൻ അല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ 4 വാല്യൂസും വളരെ ക്ലോസ് ആണ്. സോ ഐ ഗോ വിത്ത് ദി ആൻസർ ഓപ്ഷൻ 2, 4. ഇനി ശരിക്കും ഈ ചോദ്യം പ്രസന്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അഞ്ചാമത്തെ വാല്യൂവും കൂടെ തരണം. വിച്ച് ഇഫ് ഇറ്റ് ഈസ് വെരി ഹൈ, ദർ ഈസ് എ ഹ്യൂജ് ഡിഫറൻസ് ബിറ്റ്വീൻ 4 and 5. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദർ ഈസ് എ നോബിൾ ഗ്യാസ് കോർ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, there is a noble gas core and 4 electron in the valence shell. IE1, IE2, IE3, IE4 closed, reachable figures ആണ്. അഞ്ചാമത്തെ ഇലക്ട്രോണിൻ്റെ വാല്യൂ വളരെ ഹൈ ആണ്. അപ്പം അഞ്ചാമത്തെ ഇലക്ട്രോൺ ഇന്നർ ഷെല്ലിലാണ് എന്ന് പറയാം. അങ്ങനെ ഒരു സാഹചര്യത്തിലല്ല ഇവിടെ കാണുന്നത്. മേ ബി എന്തെങ്കിലും വിട്ടുപോയതാണോ അറിയില്ല. അടുത്തത്, ടു വിച്ച് ബ്ലോക്ക് ഡു എലമെന്റ്സ് വിത്ത് അറ്റോമിക് നമ്പർ 56. അറ്റോമിക് നമ്പർ 56 എന്ന് പറയുന്നത് ബേരിയം ആണ് കേട്ടോ. അറ്റോമിക് നമ്പർ 56 ബേരിയം ആണ്. അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കുകയും ചെയ്യാം. ആദ്യത്തെ പീരീഡിൽ 2 എലമെൻറ്റ്, പിന്നെ രണ്ടാമത്തെ പീരീഡിൽ 8, 2, 8, 8, 18 അല്ലെ. ആ ഒരു ഓർഡർ വർക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് 56ാമത്തെ എലമെൻറ്റ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാം. അല്ല 56 ബേരിയം ആണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ വെരി ഗുഡ്, വേറെ സംശയിക്കാനൊന്നുമില്ല. ഇറ്റ് ബിലോങ് ടു എസ് ബ്ലോക്ക് എലമെന്റ്സ്. റൈറ്റ്. അടുത്ത ചോദ്യം, ദി എലമെന്റ്സ് വിത്ത് അറ്റോമിക് നമ്പർ 35, 83, 85. ഇതും നിങ്ങൾക്ക് അങ്ങനെ തന്നെ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അതർവൈസ് യു മസ്റ്റ് നോ 35 എന്ന് പറയുന്നത് ബ്രോമിൻ ആണെന്ന് നിങ്ങൾ അറിയണം. ബ്രോമിൻ. 53 എന്ന് പറയുന്നത് അയഡിൻ ആണെന്ന് അറിയണം. 85 അസ്റ്റാറ്റിൻ ആണെന്ന് അറിയണം.
അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ, അതാണ് ആള്. അല്ലെങ്കിൽ അത് കണ്ടെത്തണം, അത് എവിടെയാണ്, ഏത് ഇതിലാണെന്ന് കണ്ടെത്തണം. ആൻഡ് ഈസ് ആക്ച്വലി ബിലോങ്ങിങ് ടു ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ ആണ്. ഇറ്റ് ബിലോങ്സ് ടു ഹാലോജൻസ്. കേട്ടോ, ഹാലോജൻസിൽ വരുന്നതാണ്. പറഞ്ഞിരിക്കുക, പീരിയഡ്സിൽ എലമെന്റ്സ് വരുന്നത് ആദ്യത്തെ പീരീഡ് ഷോർട്ട് പീരീഡ് ആണ്, 2 എലമെന്റ്. പിന്നെ 8, 8 അല്ലെ, 2, 8, 8, 18, 18, 32, 32 അങ്ങനെ ഒരു കോമ്പിനേഷനിലാണ് ഇലക്ട്രോണിക് സിസ്റ്റം പ്രകാരമാണ് എവിടെ വരുന്നത്, എലമെന്റ്സ് പീരിയോഡിക് ടേബിളിൽ ഉള്ളത്. കിട്ടും. അതറിഞ്ഞാൽ ഇത് ചെയ്യാൻ സാധിക്കും. ചെറിയൊരു പ്രാക്ടീസും കൂടെ ഉണ്ടാവണം. What is the chemical element for the symbol Rn? Rn എന്ന് വെച്ച് കഴിഞ്ഞാൽ radon. Rn is radon. Rn, radon, radon. Rutherfordium അല്ല, rhenium, rhenium, Re അല്ലേ, rhenium. Radium, Ra അല്ലേ. Which of the following pair of elements belong to same group? Hydrogen, helium, same group അല്ല. ലിത്തിയം, ബെർലിയം, സെയിം ഗ്രൂപ്പ് അല്ല. കാർബൺ, ലെഡ്, ഇതല്ലേ ഉത്തരം. കാർബൺ, ലെഡ് സെയിം ഗ്രൂപ്പാണ്. കാർബൺ, സിലിക്കൺ, ജർമേനിയം, ടിന്ന്, ലെഡ് ആൻഡ് അറ്റോമിക് നമ്പർ എത്രയാടാ, 114. കേട്ടോ, 114 ഏതാണ്, ഫ്ലറോവിയം. 114 ഫ്ലറോവിയം. State the number of valence electrons in sulfur atom. Sulfur belong to oxygen family. Oxygen, sulfur, selenium, it belong to oxygen family. And group number 16. Group number 16 minus 10 is the valence electrons. 6. Group number 16 minus 10 is the valence electrons. Sorry. 6. Option 4. 6. Oxygen family എല്ലാം valence electrons 6 എണ്ണം. അതുകൊണ്ടല്ലേ അവര് -2 കാണിക്കുന്നത്. 2 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്ത് 8 ഇലക്ട്രോൺ സിസ്റ്റം ആയിട്ട് മാറും. അതുകൊണ്ടല്ലേ അവര് -2 കാണിക്കുന്നത് അല്ലേ. What type of bond a hydrogen atom need to have for hydrogen bonding to occur? Ionic bond, polar covalent bond. Option 2, there must be polar covalent bond. You see, HF, delta plus, delta minus. It is making hydrogen bond with HF, delta minus, delta plus. A highly polar covalent bond lead to the formation of hydrogen bonding, which happens when highly electronegative elements like fluorine comes, oxygen comes, nitrogen comes. ഈ 3 പേരുടെ കൂടെയാണ് ഹൈഡ്രജൻ ബോണ്ടിങ് നമുക്ക് കാണാൻ സാധിക്കുക. കേട്ടോ. അടുത്തത് 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ്, അസർഷൻ, റീസൺ. HOH ബോണ്ട് ആംഗിൾ ഇൻ വാട്ടർ മോളിക്യൂൾ ഈസ് 104.5. കറക്റ്റ് ആണ്. HOH വാട്ടർ മോളിക്യൂൾ ബോണ്ട് ആംഗിൾ വരുന്നത് 104.5 ഡിഗ്രിയാണ്, ടെക്സ്റ്റിലുണ്ട്. ഇത് കറക്റ്റ് ആണ്. ദി ലോൺ പെയർ റിപ്പൽഷൻ ഓഫ് ഇലക്ട്രോൺ ഈസ് ഹയർ ദാൻ ബോണ്ട് പെയർ റിപ്പൽഷൻ. ലോൺ പെയർ റിപ്പൽഷൻ, ഇതാണ് ലോൺ പെയർ റിപ്പൽഷൻ is higher than bond pair repulsion. അതും കറക്റ്റ് ആണ്. അപ്പോൾ ഏതാണ്, both are true but R is not correct explanation of A. In fact, ഈ ബോണ്ട് ആംഗിൾ ഡിസൈഡ് ചെയ്യുന്നതിൽ ലോൺ പെയർ ഓഫ് ഇതിന് പങ്കുണ്ട്. റൈറ്റ്. സോ I suggest fourth choice. Both are correct statements. ആൻഡ് ഇൻഫാക്ട് ഈ ബോണ്ട് ആംഗിൾ ഡിസൈഡ് ചെയ്യപ്പെടുന്നത് ലോൺ പെയർ ഇലക്ട്രോൺസിന് റിപ്പൽഷന് ഇൻവോൾവ്മെന്റ് ഉണ്ടല്ലോ അല്ലേ. ഈ ബോണ്ട് ആംഗിളിന് ഈ ലോൺ പെയർ ഓഫ് ഇതിന് ശരിക്കും ഇത് ടെട്രാഹീഡ്രൽ ആംഗിൾ അല്ലേ വരേണ്ടത്, 109.5 ഡിഗ്രി വരണം. ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ കാരണമാണ് ബോണ്ട് ആംഗിൾ കുറഞ്ഞു പോകുന്നത്. അപ്പോൾ ഓപ്ഷൻ 4ലേക്ക് പോവാം. ബോത്ത് ആർ ട്രൂ ആൻഡ് കറക്റ്റ് എക്സ്പ്ലനേഷൻ. കേട്ടോ. Bond order and magnetic behavior of O2 ion are. O2 അല്ല, O2 മൈനസ് ആണ് കേട്ടോ. O2ൽ എങ്ങനെയാണ് വരിക, O2ൽ 8 8 16 ഇലക്ട്രോൺ ആണ്. സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2. ഹോപ്പ് യു റിമെമ്പർ. ഇങ്ങനെ വന്ന് അവസാനിക്കുന്ന എവിടെയാണ്, പൈ സ്റ്റാർ 2px1, പൈ സ്റ്റാർ 2py1. ഇവിടെയാണ് O2ൽ അവസാനിക്കുന്നത്.
അല്ലേ, O2-ൽ അവസാനിക്കുന്നത്. And O2 is paramagnetic with 2 single electron. We are talking about O2 minus. O2 minus എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യും. അപ്പോൾ ആ ഒരു ഇലക്ട്രോൺ ഇവിടെ വരുന്നു എന്ന് വിചാരിക്കുക, ഇവിടെയോ ഇവിടെയോ. സോ ദിസ് ഗെറ്റിംഗ് പെയർഡ് ബട്ട് സ്റ്റിൽ ദിസ് ഈസ് പാരാമാഗ്നറ്റിക്. അപ്പോൾ ഇത് പാരാമാഗ്നറ്റിക് ആണ്, പാരാമാഗ്നറ്റിക് ആണ്. ആൻഡ് വാട്ട് ഈസ് ദ ബോണ്ട് ഓർഡർ? Bond order is one electron added to anti-bonding molecular orbital. Anti-bonding orbitalലേക്ക് ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബോണ്ട് ഓർഡർ കുറയുകയാണ് ചെയ്യുക. O2ന്റെ ബോണ്ട് ഓർഡർ 2 ആണ്. O2 മൈനസ് വൺ ഇലക്ട്രോൺ ആഡഡ് ടു ആന്റി-ബോണ്ടിങ് ഓർബിറ്റൽ, ബോണ്ട് ഓർഡർ കുറയും. 2 എന്നത് 1.5 ആയിട്ട് മാറും കേട്ടോ. 1.5 പാരാമാഗ്നറ്റിക്. ഫസ്റ്റ് ചോയ്സ് ഈസ് ദ കറക്റ്റ് ആൻസർ. 1.5 paramagnetic. First choice is the correct answer. അപ്പോൾ O2 2 ആണ്. O2 2 ആണ്. O2 മൈനസ് 1.5 ആണ്. O2 പാരാമാഗ്നറ്റിക് ആണ്. O2 മൈനസും പാരാമാഗ്നറ്റിക് ആണ്. ബട്ട് ഇറ്റ് ഈസ് ലെസ് പാരാമാഗ്നറ്റിക്. കാരണം ഒരാൾ പെയർ ചെയ്ത് പോയി, ഒരെണ്ണേ ഉള്ളൂ. Which among the following is not isostructural? Isostructural എന്ന് വെച്ചാൽ ഒരേ സ്ട്രക്ചർ വരണം. SO3. SO3 is planar. This is SO3. planar ആണ്. NO3 minus അതും planar ആണ്. NO3 minus that is also planar. അതും planar ആണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഐസോസ്ട്രക്ചറൽ ആണ്. PCl3 അതല്ല കേട്ടോ. PCl3 pyramidal ആണ്. This is pyramidal, PCl3, and that is the answer. Carbonate planar ആണ്. Carbonate, that is also planar. Carbonate. അപ്പോൾ ഇവര് മൂന്ന് പേരും planar ആണ്. ഇവര് മൂന്ന് പേരും planar ആണ്. ആര് അല്ല എന്നാണ് ചോദ്യം. സോറി ഇതും പ്ലാനാർ ആണ്. ആര് അല്ല എന്നാണ് ചോദ്യം. ആൻസർ ഈസ് PCl3. PCl3 ആണ് ഉത്തരം കേട്ടോ. ഓക്കെ, അടുത്തത്. According to molecular orbital theory, the species among the following that does not exist is. ഇതിൽ ഏതാണ് എക്സിസ്റ്റ് ചെയ്യാത്തത് എന്നാണ് ചോദ്യം. ഏതാണ് എക്സിസ്റ്റ് ചെയ്യാത്തത്? ഇത് എക്സിസ്റ്റ് ചെയ്യില്ല. ഇവിടെ 4 ഇലക്ട്രോൺ അല്ലേ, ഇവിടെ 4 ഇലക്ട്രോൺ ആണ്. സോ ഇറ്റ് ഈസ് σ1s2 സിഗ്മ സ്റ്റാർ 1s2. ബോണ്ട് ഓർഡർ 0 എന്ന് കിട്ടും. യു ഗെറ്റ് ബോണ്ട് ഓർഡർ 0 എന്ന് കിട്ടും. ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺ മൈനസ് ബോണ്ടിങ് ഇലക്ട്രോൺ മൈനസ് ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺ ബൈ 2 0 എന്ന് കിട്ടും. ദാറ്റ് കനോട്ട് എക്സിസ്റ്റ്. 4 ഇലക്ട്രോൺ സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യില്ലല്ലോ. 4 ഇലക്ട്രോൺ സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യില്ല. BE2 ഡസ് നോട്ട് എക്സിസ്റ്റ്. ബാക്കിയെല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഒന്നാമത്തേത് എത്രയുടെ 4 ഇലക്ട്രോണിന് ഒരെണ്ണം അല്ല, 2 ഹൈഡ്രജൻ അല്ല, ഹീലിയം എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺ, ഹീലിയം 2 4 ഇലക്ട്രോൺ. ഒന്ന് കുറയ്ക്കുക, 3 ഇലക്ട്രോൺ ആണ് കേട്ടോ ഇവിടെ. സോ ഇറ്റ് ഈസ് σ1s2 സിഗ്മ സ്റ്റാർ 1s1 എന്നാണ്. അപ്പൊ അത് എക്സിസ്റ്റ് ചെയ്യും. BE2 ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, Which among the following species has unequal bond length എന്നാണ് കേട്ടോ. unequal bond length. ഇതിൽ ഈക്വൽ ബോണ്ട് ലെങ്ത് ആണ്. എല്ലാ ബോണ്ടും ഒരുപോലെയാണ്. BF4 മൈനസ് എല്ലാ ബോണ്ടും ഒരുപോലെയാണ്. XCF4 അതിൽ ഈക്വൽ ബോണ്ട് ലെങ്ത് ആണ്. XCF4. This is XCF4. All bonds are equal. SF4 that is the answer. ഇതിൽ അൺഈക്വൽ ആണ് കേട്ടോ. SF4 അൺഈക്വൽ ആണ്. ദിസ് ഈസ് SF4. ഇതാണ് SF4. സോറി, ഇതാണ് SF4. ഈ 2 ഫ്ലൂറിൻ ഇക്വട്ടോറിയൽ പൊസിഷനിലും 2 ഫ്ലൂർ ആക്സിയൽ പൊസിഷനിലുമാണ്. ഇറ്റ് ഈസ് മെയിൻറ്റെയിനിങ് സീസോ ഷേപ്പ്. അപ്പൊ ഇതും തമ്മിൽ ബോണ്ട് ലെങ്ത്തിൽ വ്യത്യാസമുണ്ട്. ദർ ഇസ് എ അൺഈക്വൽ ബോണ്ട് ലെങ്ത്. What about SiF4? SiF4 ഈക്വൽ ബോണ്ട് ലെങ്ത് അല്ലേ.
ടെട്രാഹീഡ്രൽ അല്ലേ, SiF4 എല്ലാ ബോണ്ടും ഈക്വൽ ആണ്. So except 3 SF4 which is sp3 dehybridization and seesaw shape അതാണ് ഉത്തരം കിട്ടും. ഇതിൽ ഈ ആക്സിയൽ ബോണ്ടും ഇക്വറ്റോറിയൽ ബോണ്ടും ഡിഫറെന്റ് ബോണ്ട് ലെങ്ത് ആയിരിക്കും. അടുത്തത്, what is the approximate change in HCH bond angle in ethene when it react with chlorine to form 1,2-dichloroethane? Ethene, HCH double bond CH. ഇവിടുത്തെ ബോണ്ട് ആംഗിൾ നിയർലി 120 ഡിഗ്രി ആയിരിക്കും കിട്ടും. അത് എന്താകുന്നു? ഇറ്റ് ഈസ് ആഡഡ് വിത്ത് ക്ലോറിൻ. ഇറ്റ് ഈസ് ആഡഡ് വിത്ത് ക്ലോറിൻ. You get 1,2-dichloroethane. You get 1,2-dichloroethane. 1,2-dichloroethane. ഇവിടെ ക്ലോറിൻ, ഇവിടെ ക്ലോറിൻ. This is 1,2-dichloroethane and the bond angle is nearly 109.5 ഡിഗ്രി അല്ലേ, 109.5 ഡിഗ്രി. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള ഇത് ടെട്രാഹീഡ്രൽ ആംഗിൾ ആണ്. ടെട്രാഹീഡ്രൽ ആംഗിൾ ആണ്. ടെട്രാഹീഡ്രൽ ആംഗിൾ 109 നിന്ന് 120 ഡിഫറൻസ് എത്ര മക്കളെ വരിക? 11 ഡിഗ്രി അല്ലേ, നിയർലി 11 ഡിഗ്രി, അപ്രോക്സിമേറ്റ് അല്ലേ. 120 നിന്ന് 109.5 എത്ര വരും? 109, 10, 11, നിയർലി 11 ഡിഗ്രീസ് അല്ലേ. ഓപ്ഷൻ 3. ഇവിടെ ടെട്രാഹീഡ്രൽ ആണ്. ഇവിടെ sp3 ഹൈബ്രിഡൈസേഷൻ, ഇവിടെ sp2. sp2 120 വരും, sp3 എത്ര വരും? ഇവിടെ 109.5 വരും അല്ലേ. ഓക്കെ. Which of the following anion has d-pi-p-pi bond? ഒറ്റ നോട്ടത്തിൽ ഉത്തരം പറയാം, ഓപ്ഷൻ 2. കാരണം ഇവിടെ കാർബൺ ആണ്, അവിടെ ഡി ഓർബിറ്റൽ ഇല്ല. നൈട്രജൻ നൈട്രജൻ, കാർബൺ നൈട്രജൻ, ഫസ്റ്റ് സീരീസിൽ വരുന്ന ആർക്കും എന്തില്ല? ഡി ഓർബിറ്റൽ ഇല്ലല്ലോ. ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, അവർക്കൊന്നും ഡി ഓർബിറ്റൽ ഇല്ലല്ലോ. മനസ്സിലാവുന്നുണ്ടോ? ഡി ഓർബിറ്റൽ ആർക്ക് വരാം? ഫോസ്ഫറസിന് വരാം. There is d orbital and you can see in PO4 3 minus. This is PO4 3 minus. PO4 3 minus. PO4 3 minus. Here you can see there is a sigma bond and a pi bond. ഈ pi bond എങ്ങനെ വരുന്നത്? It is between the p orbital of oxygen and d orbital of phosphorus. ഓക്സിജന്റെ p ഓർബിറ്റലും ഫോസ്ഫറസിന്റെ ഡി ഓർബിറ്റലും തമ്മിലാണ് പൈ ബോണ്ട്. ഇറ്റ് ഈസ് പി പൈ ഡി പൈ ബോണ്ട് കിട്ടും. ദാറ്റ്സ് ഓപ്ഷൻ 2. BrF3 molecule, the lone pair of electron occupy equatorial position to minimize. BrF3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 3 10. It is bend T shape. It is bend T shape. ഇതാണ് BrF3. BrF3 ബെൻഡ് ടി ഷേപ്പ് ആണ് കിട്ടും. അപ്പൊ ഇതില് എന്താ ചോദ്യം? ലോൺ പെയർ ഓക്യുപ്പൈ ഇക്വറ്റോറിയൽ പൊസിഷൻ. ലോൺ പെയർ ഓക്യുപ്പൈ ഇക്വറ്റോറിയൽ പൊസിഷൻ. എന്തുകൊണ്ട്? ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ ഓൺലി. ബോണ്ട് പെയർ റിപ്പൽഷൻ ഓൺലി. ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ. ഇതല്ലേ ആൻസർ? തേർഡ് ചോയ്സ് ഇത്. They occupy equatorial position to minimize lone pair as well as lone pair bond pair. But the importance more goes to lone pair bond pair. ഈ റിപ്പൽഷൻ ആണ് അതിന് കാരണം കിട്ടും. ഈ റിപ്പൽഷൻ ആണ് അതിന് പ്രധാനമായിട്ടും കാരണം. അപ്പോൾ ഇത് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ഓപ്ഷൻ 3യിലേക്ക് പോവാം. ലോൺ പെയർ റിപ്പൽഷൻ ആൻഡ് ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ ടുഗദർ ക്യുമുലേറ്റീവ്ലി ഗിവ് ദ റിസൾട്ട്. വൈ ദിസ് ഈസ് അവൈലബിൾ ഹിയർ, റൈറ്റ്? അല്ലെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും ഇങ്ങനെ വരാമല്ലോ അല്ലെ? അതെന്തുകൊണ്ട് വന്നില്ല എന്നാണ് ചോദ്യം. അവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ, ഇപ്പൊ ഫ്ലൂറിൻ ഇവിടെ ലോൺ പെയർ ഇങ്ങനെ വരാമല്ലോ, എന്തുകൊണ്ട് അങ്ങനെ വന്നില്ല എന്നാണ് ചോദ്യം. ഇങ്ങനെ വരുമ്പോൾ ലോൺ പെയർ റിപ്പൽഷൻ മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്യപ്പെടുന്നത്.
ലോൺ പെയർ റിപ്പൾഷൻ മിനിമം വരാൻ ഇതാണ് നല്ലത്. പക്ഷേ ബോണ്ട് പെയർ റിപ്പൾഷൻ ഇവിടെ 1, 2, 3, 6 വരും. ബോണ്ട് പെയർ റിപ്പൾഷൻ 90 ഡിഗ്രിയിൽ 6 വരും. അപ്പോൾ അത് കോൺട്രിബ്യൂട്ട്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ബോണ്ട് പെയർ കോൺട്രിബ്യൂഷൻ കുറച്ച് കൂടുതലാണ്. എന്തായാലും രണ്ടും പറയേണ്ടി വരും. അടുത്തത്, the hybrid orbital of dash has only 20% d character. 20% d character. ഇവിടെ d character ഇല്ല. ഇവിടെ എവിടാ? ഇറ്റ് ഈസ് sp3d2 hybridization എന്ന് വെച്ചാൽ 2 out of 6. 2 d ഓർബിറ്റൽ, ടോട്ടൽ 6. 2 out of 6 എന്ന് പറഞ്ഞാൽ 33% ആയി. അപ്പൊ അതല്ല. The answer is option 3. ഇതാണ് ആൻസർ. SF4 go for sp3d hybridization. 1 out of 5 ആണ്. 1 out of 5 into 100 എന്ന് പറയുമ്പോൾ 20% ആയി. ഓപ്ഷൻ 3 SF4 is the answer. sp3d hybridization കേട്ടോ. ഓക്കെ, അടുത്തത്, exactly same number of sigma and pi bonds are present in. sigma pi bonds same വരണം. CH2 CN twice. CH2 CN twice. ഇത് സെയിം ആണോ? ഇത് സെയിം ആണോ വരിക? സിഗ്മ 1, 2, 3, 4, 5, 6 സിഗ്മ ബോണ്ട് ഉണ്ട്. പൈ 4 പൈ ബോണ്ട് ഉണ്ട്. ഉത്തരം അല്ല. HCO3 മൈനസ്, ഇതിൽ OH HCO3 മൈനസ്. ഇവിടെ എത്ര എണ്ണം വരും? സിഗ്മ ഇത് പൈ ആണ്. സിഗ്മ 1, 2, 3, 4 സിഗ്മ ആൻഡ് 1 പൈ. അപ്പോൾ അതും അല്ല. XeF4 ദാറ്റ് ഈസ് ദി ആൻസർ കേട്ടോ. XeF4 ആണ് ആൻസർ. ദിസ് ഈസ് XeF4 അല്ല, XeO4. നോക്ക്, സിഗ്മ പൈ ബോണ്ടുകളുടെ എണ്ണം ഈക്വൽ ആണ്. സിഗ്മ പൈ 4 സിഗ്മയും 4 പൈയും. ദാറ്റ് ഈസ് ദി ആൻസർ. ഓപ്ഷൻ 3. കമ്മിങ് ടു CN ട്വൈസ് ഇങ്ങനെയല്ലേ മക്കളെ വരിക? CN ട്വൈസ്, ഇതാണ് CN ട്വൈസ്. എത്ര സിഗ്മ പൈ വരും? നോക്ക്, സിഗ്മ 3 സിഗ്മ, പൈ 4 പൈ, 3 സിഗ്മയും 4 പൈയും. അതും വരില്ല. ഇതാണ് ഉത്തരം കേട്ടോ. 4 സിഗ്മ 4 പൈ. ഓപ്ഷൻ 3. ഓക്കെ, XeO4. അടുത്തത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്പീഷീസ് കനോട്ട് ബി ഐഡന്റിഫൈഡ് ഇൻ നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടീഷൻസ്? ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലേ ഉള്ളൂ. BE2 ഡസ് നോട്ട് എക്സിസ്റ്റ്. BE2 ഡസ് നോട്ട്, കുറച്ചപ്പോഴേ പറഞ്ഞില്ല, റിപ്പീറ്റേഷൻ ആണ് കേട്ടോ. Ionic bond will be formed more easily between the elements having comparatively. Option 1 low ionization enthalpy and high electron affinity. Example, low ionization enthalpy sodium, high electron affinity chlorine. You get a comfortable ionic bond. Option 1. Alkali metal, low ionization enthalpy, halogens, high electron affinity, they make a ionic bond. Simple ആയിട്ട് ചിന്തിച്ചാൽ മതിയല്ലോ. ഓക്കെ, അടുത്തത്, സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. NiCO4 ടൈംസ് എന്താ വരിക? ഡയാമാഗ്നറ്റിക് ആണോ പാരാമാഗ്നറ്റിക് ആണോ? നോക്കടാ. NiCO4 ടൈംസ് നിക്കൽ 0 സ്റ്റേറ്റ് ആണ് കേട്ടോ. 28. It is 3D8 4S2. 3D8. ഇതാണ് 3D8.
ഇതാണ് 3D8. 4s2. 4s2. ഇതിൻ്റെ കൂടെ വരുന്ന ലിഗാൻഡ് കാർബൺ മോണോക്സൈഡ് ആണ്. കാർബൺ മോണോക്സൈഡ് ഒരു സ്ട്രോങ് ലിഗാൻഡ് ആണ്, അറിയാലോ. അപ്പോൾ എന്ത് സംഭവിക്കും? ഇത് ഇങ്ങോട്ട് പെയർ ചെയ്യും, ഇത് ഇങ്ങോട്ട് പെയർ ചെയ്യും, ആൻഡ് ഇറ്റ് അണ്ടർഗോ sp3 ഹൈബ്രിഡൈസേഷൻ. ഇറ്റ് അണ്ടർഗോ sp3 ഹൈബ്രിഡൈസേഷൻ എന്ന് വെച്ചാൽ എല്ലാ ഇലക്ട്രോൺസും പെയ്ഡ്. അപ്പോൾ ഇത് ഡയാമാഗ്നറ്റിക് ആണ്. വാട്ട് അബൌട്ട് NiCl4 2-? NiCl4 2- എന്ന് വെച്ചാൽ നിക്കൽ 2+ ആണ്. ദാറ്റ് ഈസ് D8 സിസ്റ്റം. D8 സിസ്റ്റം. D8 സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ, ഇതാണ് D8 സിസ്റ്റം. പക്ഷേ ക്ലോറിൻ ഒരു വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. ഇറ്റ് കനോട്ട് ഫോഴ്സ് ദി ഇലക്ട്രോൺസ് ടു മേക്ക് പെയർ അപ്പ്, അല്ലേ? അപ്പം അത് എന്താ പറയുക, ഹൈ സ്പിൻ കോംപ്ലക്സിൽ വരുന്നതാണ്. ഇത് ലോ സ്പിൻ കോംപ്ലക്സ് ആണ്. നിക്കൽ ടെട്രാ കാർബണൈൽ ലോ സ്പിൻ കോംപ്ലക്സ് ആണ്. നിക്കൽ ടെട്രാ ക്ലോറൈഡ് ഹൈ സ്പിൻ കോംപ്ലക്സ് ആണ്. ഈ രണ്ട് ഇലക്ട്രോൺസ് അതുപോലെ ഉണ്ടാവും. സോ ഇറ്റ് വിൽ ബി പാരാമാഗ്നറ്റിക് ഇൻ നേച്ചർ. ആൻസർ ഈസ് ഏതാടാ? തേർഡ് ചോയ്സ്. ശരിയല്ലേ? നോക്ക്, NiCO4 ടൈംസ് ഡയാമാഗ്നറ്റിക്, NiCl4 ടൈംസ് പാരാമാഗ്നറ്റിക്. വളരെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ, ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്ന എക്സാമ്പിൾ തന്നെയാണ്. ഞാനത് വീണ്ടും ഒന്നുകൂടെ ഓടിച്ചു പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. അല്ലാതെ തന്നെ അത് കാണുമ്പോൾ തന്നെ ആൻസർ എഴുതാൻ സാധിക്കും. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് കണ്ടെയ്ൻ അയോണിക് ബോണ്ട്? അയോണിക് ബോണ്ട് ഇല്ലാത്തത് സൾഫർ ഡയോക്സൈഡ്. ഇതിലെവിടെ അയോണിക് ബോണ്ട് ഇല്ലല്ലോ. സൾഫർ ഡയോക്സൈഡ്, ഇറ്റ് ഈസ് yes double bond O like this. This is sulfur dioxide, no ionic bond. Sodium oxide, Na2O, ionic ആണ്. സിൽവർ ഓക്സൈഡ്, Ag2O, അയോണിക് ആണ്. സ്ട്രോൺഷിയം ഓക്സൈഡ്, SrO, അയോണിക് ആണ്. ഇത് കോവാലന്റ് അല്ലേ? ഫസ്റ്റ് വൺ. സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ, പക്ഷെ അതും തെറ്റിച്ചേക്കാം. Which of the following gives best explanation for why a substance does not conduct electricity? എന്തുകൊണ്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നില്ല എന്നതിൻ്റെ ഉത്തരമാണ് അറിയേണ്ടത്. The bonding in substance is not ionic. Bonding in substance is not ionic. The bonding model in substance does not have free electrons. ഇത് കറക്റ്റ് ആണ്. The bonding model does not have ions which are free to move or free electrons. ഇതാണ് ആൻസർ കേട്ടോ. കാരണം 2 ആൻസർ ആണ്. 2-നേക്കാളും ബെറ്റർ ആൻസർ ആണ് 3. നോക്ക്, does not have ions which are free to move and does not have free electrons. ഇനി 4ലേക്ക് വന്നാൽ does not have ions or free electrons. ഇത് പറ്റില്ല. അയോൺസ് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. അയോൺസ് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ദേ മസ്റ്റ് ബി ഏബിൾ ടു മൂവ്, അല്ലേ? അപ്പോൾ മൂവ് ചെയ്യാൻ പറ്റുന്ന അയോൺസ് ഇല്ലാത്തത്. മൂവ് ചെയ്യാൻ ഡസ് നോട്ട് കണ്ടെയ്ൻ അയോൺസ് വിച്ച് ആർ ഫ്രീ ടു മൂവ് ആൻഡ് ഫ്രീ ഇലക്ട്രോൺസ്. ഫ്രീ ഇലക്ട്രോൺസ് ഇല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി ഉണ്ടാവില്ല. അയോൺസ് വിച്ച് ആർ നോട്ട് ഫ്രീ ടു മൂവ് ആണെങ്കിൽ കണ്ടക്ടിവിറ്റി ഉണ്ടാവില്ല. തേർഡ് ചോയ്സ് ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ കേട്ടോ. What is the electron pair geometry and molecular geometry of ICl3? ICl3. ICl3 എന്ന് പറയുമ്പോൾ 7 3 10 5 പെയർ ആണ് കേട്ടോ. 5 പെയർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. ദാറ്റ് ഈസ് ട്രൈഗോണൽ ബൈപിരമിഡൽ ജോമെട്രി. ട്രൈഗോണൽ ബൈപിരമിഡൽ ജോമെട്രി. ഇതെല്ലാം ഇത് ഓക്കെയാണ്. ഇത് ഓക്കെയാണ്. ട്രൈഗണൽ ബൈപിരമിഡൽ ജോമെട്രി. നൗ ICl3. CL3 എങ്ങനെ വരും? ക്ലോറിൻ 1 2 3 2 ലോൺ പെയർ. ദാറ്റ് ഈസ് ബെൻഡ് ടി ഷേപ്പ്. ബെൻഡ് ടി ഷേപ്പ്. ബെൻഡ് ടി ഷേപ്പ്. ആൻസർ ഈസ് 4th ചോയ്സ്. 4th ചോയ്സ്. ഓക്കെ. അടുത്തത്, ഹൗ മെനി കോവാലന്റ് ബോണ്ട്സ് can carbon form? How many covalent bonds can carbon form? കാർബൺ മാത്രമല്ല ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഇവർക്കൊക്കെ മാക്സിമം കോവാലൻസി 4 ആണ്. മാക്സിമം അവരുടെ കോവാലൻസി 4 ആണ്. മേക്കിംഗ് യൂസ് ഓഫ് ദ S and P ഓർബിറ്റൽസ്, അല്ലേ? റൈറ്റ്. അടുത്തത്, which of the following pairs does not represent an acid and its conjugate base? ഒരു ആസിഡും അതിൻ്റെ കോൺജുഗേറ്റ് ബേസും. നോക്കടാ, ഇതിന്ന് H+ പോയാൽ ഇത് കോൺജുഗേറ്റ് ബേസ് ആയി.
ഇതിൽ നിന്ന് ഒരു എച്ച് പ്ലസ് പോയാൽ ഇത് കോൺജുഗേറ്റ് ബേസ് ആയി. ഇതിൽ നിന്ന് ഇതല്ലേ ആൻസർ. ഇതിന്റെ കോൺജുഗേറ്റ് നോക്ക്, ഇതിന്റെ കോൺജുഗേറ്റ് ബേസ് ആണ് ഇത്, ഇതിന്റെ കോൺജുഗേറ്റ് ബേസ് അല്ല ഇത്. പിന്നെ നോക്ക്, ഇവിടുന്ന് ഒരു എച്ച് പ്ലസ് പോയാൽ ഇതായി. സോ ഇത് ഇതിന്റെ കോൺജുഗേറ്റ് ബേസ് ആണ്, ഇത് ഇതിന്റെ കോൺജുഗേറ്റ് ബേസ് ആണ്, ഇത് ഇതിന്റെ. സോ ടു ഗെറ്റ് എ കോൺജുഗേറ്റ് ബേസ് റിമൂവ് എച്ച് പ്ലസ്. ഒരു തന്ന സ്പീഷീസിൽ നിന്ന് എച്ച് പ്ലസിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കോൺജുഗേറ്റ് ബേസ് ആയി. നോക്ക്, ഇത് ഇതിന്റെ കോൺജുഗേറ്റ് ബേസ് ആണ്, ഇത് ഇതിന്റെ കോൺജുഗേറ്റ് ബേസ് ആണ്, ഇത് ഇതിന്റെ കോൺജുഗേറ്റ് ബേസ് ആണ്. റൈറ്റ്? ഇത് ഇതിന്റെ കോൺജുഗേറ്റ് ബേസ് അല്ല, പിന്നെ ഇതിന്റെ കോൺജുഗേറ്റ് ബേസ് ആണ്. അതാണ് അവിടുത്തെ തെറ്റ്. ഓപ്ഷൻ 3. മോസ്റ്റ് അസിഡിക്. എയും 1ഉം 2ഉം നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഉത്തരം. 1ഉം 2ഉം നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഉത്തരം. കാരണം കാർബണിനെക്കാളിലും ഇലക്ട്രോ നെഗറ്റീവ് ആണ് നൈട്രജൻ. ഇനി ഇതും നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഉത്തരം. കാരണം നൈട്രജനേക്കാളിലും ഇലക്ട്രോ നെഗറ്റീവ് ആണ് ഓക്സിജൻ. ഇനി ഇതും നോക്കിക്കഴിഞ്ഞാൽ ഇതും നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ആൻസർ അല്ലേ. സോ ദി ആൻസർ ഈസ് ഫോർത്ത് ചോയ്സ്. Answer is fourth choice. For hydrides, acidic character increases down the group. For hydrides, acidic character increases down the group. H2O, H2S, H2SC, H2TE ഇങ്ങനെയാണ്. അതുപോലെ തന്നെ HF, HCl, HBr, HI. ഇതാണ് ഇൻക്രീസിങ് ഓർഡർ ഓഫ് അസിഡിക് ക്യാരക്ടർ. ഹൈഡ്രൈഡ്സ് എടുത്തു കഴിഞ്ഞാൽ അസിഡിക് ക്യാരക്ടർ ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. കാരണം ബോണ്ട് ലെങ്ത് കൂടും, ബോണ്ട് എൻതാൽപ്പി കുറയും, പെട്ടെന്ന് ഹൈഡ്രജൻ റിലീസ് ചെയ്യാൻ സാധിക്കും. അസിഡിക് ക്യാരക്ടർ ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. സോ ദി ആൻസർ ഈസ്, ഈ 3 പരിശോധിച്ച് ഇങ്ങോട്ട് എത്തുമ്പോൾ തന്നെ ആൻസറിലേക്ക് എത്തും. ഫോർത്ത് ചോയ്സ്. അതുകൊണ്ടാണ് H2Sനെ ഇത് നോക്ക്, ഇത് ആംഫോട്ടറിക് ആണ്, ഇത് ആസിഡ് ആണ്. ഹൈഡ്രോസൾഫ്യൂരിക് ആസിഡ് എന്നാ വിളിക്കുക കേട്ടോ. റൈറ്റ്. Which of the following compounds cannot act as Lewis base? ഇത് ലൂയിസ് ബേസ് ആയിട്ട് വർക്ക് ചെയ്യാം, കാരണം ഒരു ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട്. ഇതിന് പറ്റില്ല. ദിസ് കനോട്ട് ആക്ട് ആസ് എ ലൂയിസ് ബേസ്. കാരണം എന്താ നോക്കടാ, അതിൽ ലോൺ പെയർ ഇലക്ട്രോൺസ് ഇല്ല. ഇറ്റ് കനോട്ട് ആക്ട് ആസ് എ ലൂയിസ് ബേസ്. ഇനി SF4 പറ്റും. This is SF4 as it is having a vacant, free lone pair of electrons. അതിന് പറ്റും. ClF3 പറ്റില്ലേ? നോക്കാം. ClF3. This is ClF3. ബെൻഡ് ഷേപ്പ് ആണ് കേട്ടോ. അതിൽ 2 ലോൺ പെയർ ഉണ്ട്. അപ്പൊ എല്ലാറ്റിലും ലോൺ പെയർ ഉണ്ട്. എവിടെയൊക്കെ? ഇവിടെയുണ്ട്, ഇതിലില്ല. ദാറ്റ് ഈസ് ദി ആൻസർ. PCl5 ഈസ് ദി ആൻസർ കേട്ടോ. റൈറ്റ്. And that is the last question. The last question for the discussion in this episode. ഇന്ന് ഈ എപ്പിസോഡിലൂടെ നമ്മൾ പരിചയപ്പെട്ടത്, എനിക്ക് തോന്നുന്നു ആദ്യത്തെ 4 ചാപ്റ്ററിലെ ചോദ്യങ്ങളായിട്ട് കണ്ടതായിട്ടാണ് മനസ്സിലാക്കുന്നത്. കെമിക്കൽ ബോണ്ടിങ് എന്നൊക്കെ ധാരാളം ചോദ്യങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു അല്ലേ. ഏതാനും എപ്പിസോഡുകളിലൂടെയായിട്ട് നിങ്ങൾക്ക് ക്യുസാറ്റിലെ എല്ലാ ചോദ്യങ്ങളും പരിചയപ്പെടുത്തി തരാനാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരും ഭംഗിയായിട്ട് പഠിക്കുക. വിൽ മീറ്റ് വിത്ത് അനദർ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ, സീ യു, ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.